സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തായാലും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനത്തിലെത്തണം. ഹലോ, സന്തോഷമായില്ലേ? എന്തിനാ രാഹുലിനെ വെയിറ്റ് ചെയ്യുന്നത്? റോഷന് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയില്ലേ? അവൻ തീരുമാനിക്കട്ടെ. ചെറുപ്പം മുതലേ അവന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം. കാര്യം, അവനെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നു അതിന്റെ ഇരട്ടി അവൻ എനിക്ക് തിരികെ തരുന്നുണ്ട്. എന്റെ നല്ല ജീവിതത്തിന് വേണ്ടിയാ രാഹുലും കീർത്തിയും എല്ലാം ചെയ്തതും. അത് തിരിച്ചറിയാൻ ഞാൻ അല്പം വൈകിയെന്ന് മാത്രം. ഇവരെ തമ്മിൽ തെറ്റിക്കണം. അഞ്ജലി ഫ്രോഡാണെന്നും എന്നെ ചതിക്കുകയാണ് അവളുടെ ലക്ഷ്യമെന്നും അവൾക്ക് പ്രേംരാജ് എന്നൊരുത്തനുമായിട്ട് തെറ്റായൊരു ബന്ധമുണ്ടെന്നൊക്കെ കണ്ടെത്തിയത് അവരാണ്. ആദ്യം ഞാനതൊന്നും വിശ്വസിച്ചില്ല. പിന്നെ എനിക്ക് വിശ്വസിക്കേണ്ടി വന്നു. അഞ്ജലി എന്റെ ജീവിതത്തിൽ നിന്ന് പോവാൻ കാരണം തന്നെ അവരാ. അന്ന് അവരങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ, കുറച്ചു ദിവസം കൂടെ അവൾ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ അവൾ കൊന്നേനെ. അവരുടെ ജീവിതത്തെക്കാൾ അവരെന്റെ ജീവിതം ശ്രദ്ധിക്കുന്നു. ഞാനൊരു മണ്ടനാ. നീ എന്നെ ചതിക്കാൻ നോക്കിയാലും ഞാൻ അതൊന്നും മനസ്സിലാക്കില്ല. പക്ഷെ അവരത് കണ്ടെത്തും. അതാണ് കീർത്തിയും രാഹുലും. ഞാൻ ചതിക്കാൻ നോക്കാനോ? എന്റെ പൊന്നെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. അതിന് താനെന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാട്ടോ. എന്തിനാ കാറ് നിർത്തിയത്? നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നേ? പറഞ്ഞിരുന്നല്ലോ, അങ്കിളുടെ ആന്റിയുടെയും വീട്ടിലേക്ക്. വീട്ടിൽ ആരൊക്കെയുള്ളെന്നൊക്കെ മനപ്പാടമല്ലേ? എനിക്ക് ബൈഹാർട്ടാണ്. ഒരിക്കൽ കേട്ടേ മതി ചിന്നുവിന്. ചിന്നുവിന്റെ അമ്മയെ അന്വേഷിക്കാനായിട്ടാണല്ലോ മോളെ നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കുന്നത്. അതെ, അമ്മ അന്വേഷിക്കാനായി മോളെ വീട്ടിൽ നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞാലേ വീട്ടുകാര് മോളെ അവിടെ താമസിപ്പിക്കുമെന്നുള്ള കാര്യം സംശയം. മുമ്പ് മോളെ കണ്ട കഥകളൊക്കെ ഞാൻ വീട്ടിൽ പറഞ്ഞതാ. പക്ഷെ ആ കുട്ടിയാണിതെന്ന് ഒരിക്കലും വീട്ടിൽ പറയരുത്. ഇല്ല, പറയില്ല. മിടുക്കി കുട്ടി. ചെന്നൈയിലുള്ള ആന്റിയുടെ ബന്ധു മരിച്ചു, അവിടേക്ക് പോയിരിക്കുകയാണെന്നാ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത്. കീർത്തി ആന്റിയുടെ മരിച്ച ബന്ധുവിന്റെ മകളാണ് മോളെന്ന് പറയാം. അപ്പൊ മോക്ക് എല്ലാവരുടെയും സിമ്പതി കിട്ടുകയും ചെയ്യും. വീട്ടിൽ താമസിക്കുന്നതിൽ ആരും എതിർപ്പ് പറയേയില്ല. എന്താ മോൾക്കൊരു വിഷമം പോലെ? വിഷമമൊന്നുമില്ല അങ്കിൾ. എത്രയും പെട്ടെന്ന് എന്റെ മമ്മിയെ കണ്ടെത്തി എന്നെ മമ്മിയുടെ അടുത്തേക്ക് എത്തിച്ചാ മതി. അതിനല്ലേ മോളെ ഞങ്ങളുടെ കൂടെ നിർത്തുന്നേ? വീട്ടിൽ ആരോടും സത്യം പറയരുത് കേട്ടോ. ഒരിക്കലും കള്ളം പറയരുത്, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂന്ന് എന്റെ ഡാഡി പറയാറുണ്ട്. അത്രേ പാടുള്ളൂ. ഇത് മോൾക്ക് വേണ്ടി പറയുന്നൊരു കുഞ്ഞു കള്ളമല്ലേ, സാരമില്ല. മറ്റാർക്കും ദ്രോഹം വരാത്ത കള്ളം പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പേടിക്കേണ്ട, ഞാൻ ആന്റിയും അങ്കിളും പറയുന്നത് പോലെ തന്നെ പറഞ്ഞോളാം. നല്ല കുട്ടി. എന്നാ നമുക്ക് പോവാം. രാഹുൽ വിളിച്ചിരുന്നു. അത് ഞാൻ നിന്നോട് ചോദിക്കാനിരിക്കായിരുന്നു. ഇന്നും വരുന്നില്ലേ അവര്? ഒരു ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ അച്ഛൻ പറഞ്ഞിരുന്നു. അവൻ വന്നിട്ട് തീരുമാനിക്കാന്ന് കരുതി ഇരിക്കുകയായിരുന്നു. നേരെ നോക്കി നടക്കും മോളെ, വീഴും. ആഹാ, എന്താ ഇത്ര സീരിയസ് ആയിട്ട് നോക്കുന്നേ? നമ്മുടെ വെഡിങ് ഫോട്ടോസ് കണ്ടേ? ഈ ഫോട്ടോ നല്ല രസമുണ്ടല്ലേ? ഇറങ്ങും മോളെ. മോള് വാ. ഇതാണ് ഞങ്ങളുടെ വീട്. ഞങ്ങള് പറഞ്ഞതൊക്കെ മോൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഉണ്ട്. എന്താ മോൾ ഇങ്ങനെ നോക്കുന്നത്? ചിന്നുവിന് വീട് ഇഷ്ടായി. ചിന്നു,
മോളെ ചിന്നു അവിടെ നിക്ക. അവളുടെ ഒരു കാര്യം. എത്ര നാളായി നമ്മൾ നാടകം കളിച്ചോണ്ടിരിക്കുക. കല്യാണത്തോടെ എല്ലാം അവസാനിക്കുന്ന കരുതിയത്, വീണ്ടും തുടങ്ങി. എല്ലാം നല്ല രീതിയിൽ അവസാനിക്കുന്നു വിചാരിക്കാം. താമ്പാ. കൊള്ളാലോ വീട്. ഞാനിതൊക്കെ അമ്മയൊന്ന് കാണിക്കട്ടെ. ദാ. അയ്യോ എന്റെ ഫോണ്. അയ്യോ എന്റെ ഫോണ്. ഏതാടി നീ? എന്താ നീ കാണിച്ചത്? നിനക്കിതാ കണ്ണില്ലേ? എന്റെ ഫോൺ നശിപ്പിച്ചു. ഇത് എത്ര രൂപയുടെ ഫോണാന്നറിയോ? ദേ അടിച്ചു നിന്റെ തലമട ഞാൻ പൊട്ടിക്കും. ഇത് ഏതാ ഈ അസത്ത്? ഓ നീ ഇപ്പൊ കരയുന്നോ? എന്റെ ഫോൺ നശിപ്പിച്ചിട്ട് നീ എന്തിനടി കരയുന്നേ? നിന്റെ ചെവിനാണെങ്കിൽ പിഴുതെടുക്കും. കൊച്ചുകുട്ടിയല്ലേ, വിട്ടേക്ക് സ്വപ്നെ. മുത്തശ്ശന് ഇത് എന്തറിയാം? എത്ര രൂപയുടെ ഫോണാന്നറിയോ? വല്ലതും പറ്റിയിരുന്നെങ്കിലോ? എവിടുന്ന് വരുന്നു ഇതൊക്കെ? കരയാതെ മോളെ, കരയണ്ട. അല്ല, മോളെ മനസ്സിലായില്ലല്ലോ. മോളെ എവിടുന്ന് വരുന്നു? എന്താ മോളുടെ പേര്? മുത്തശ്ശൻ എന്താ ഇവിടെ നിർത്തി കൊഞ്ചിക്കാണോ? എവിടെന്നെങ്കിലും വരട്ടെ, പിടിച്ച് പുറത്താക്കിയതിനെ. മുത്തശ്ശ, ചിന്നുകുട്ടിയെ വഴക്ക് പറയരുതെന്ന് സ്വപ്നാന്റിയോട് പറയ്. റോഷനങ്കിളെ, ഫോൺ ചീത്തയായെങ്കിൽ ഞാൻ വേറെ ഫോൺ വാങ്ങിത്തരാം. മോൾക്ക് ഞങ്ങളെയൊക്കെ അറിയോ? അറിയാം. ഫോണിന് കുഴപ്പമുണ്ടോ നോക്കട്ടെ. ഏയ്, ഒരു കുഴപ്പമില്ലല്ലോ. ഹോ, രക്ഷപ്പെട്ടു. അങ്കിൾ, ആന്റി, ആന്റി, അങ്കിൾ, ഞാൻ അകത്തുണ്ട് കേട്ടോ. അമ്മമ്മയും അച്ഛനും ഒന്ന് കാണട്ടെ കേട്ടോ. ഏതാ മക്കളെ ഈ കുട്ടി? പറയടാ, ഏതാ ഈ കുട്ടി? ചെന്നൈന്ന് വരുമ്പോ ഞങ്ങളുടെ കൂടെ വന്നതാ. ഞങ്ങള് കൂട്ടിക്കൊണ്ടു വന്നു എന്ന് പറയാം. ഈ കുട്ടിയുടെ അച്ഛൻ കീർത്തിയുടെ ഒരു ബന്ധുവാ. അദ്ദേഹം മരിച്ചത്. അവിടേക്കാണോ നിങ്ങൾ പോയത്? അതെ, കുട്ടിയുടെ അമ്മ നേരത്തെ ഉപേക്ഷിച്ചു പോയിരുന്നു. അച്ഛനെ വളർത്തിയത്. അച്ഛൻ മരിച്ചപ്പോ കുഞ്ഞിന് മറ്റാരുമില്ലാതെ അനാഥെ. ആകെയുള്ള ഒരേ ഒരു ബന്ധു കീർത്തിയെ. നാട്ടുകാരൊക്കെ ചേർന്ന് കുഞ്ഞിനെ അനാഥാലയത്തിലേക്ക് ആക്കാൻ തീരുമാനിച്ചതാ. കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയിക്കോളാം, നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. രാഹുൽ എൻ്റെ കൂടെ നിന്നു. അനാഥാലയത്തിലേക്ക് പോവാൻ കുഞ്ഞിന് താല്പര്യമില്ലായിരുന്നു. ആ കുഞ്ഞിന്റെ കരച്ചിൽ കണ്ടപ്പോ അവളെ അങ്ങോട്ട് വിടാൻ ഞങ്ങൾക്കും തോന്നിയില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ചെറിയ കുട്ടിയാണ്. എന്ത് പ്രശ്നം ഉണ്ടാവാനായിട്ടാ? നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രൈവസി പോയി കിട്ടി. ഏയ്, അതൊന്നും സാരമില്ല. കുറച്ചു കഴിയുമ്പോ കുഞ്ഞൊരു ബാധ്യതയാവും. കുഞ്ഞിനെ അനാഥാലയത്തിൽ ഏൽപ്പിക്കുന്നത് തന്നെയാ നല്ലത്. കൂടുതൽ കാലം കുഞ്ഞ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. കുറച്ചു കാലം മാത്രമേ കാണൂ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും കുഞ്ഞിനെ? അതൊക്കെ ഉണ്ട്. ഞങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. സമയമാവട്ടെ, പറയാം. നിങ്ങൾ എടുത്തത് നല്ല തീരുമാനം തന്നെയാ. പക്ഷേ എനിക്കെന്തോ ഏയ്, ഒരു കുഴപ്പമുണ്ടാവില്ല. ആ, ഇനി കുഴപ്പമുണ്ടായാലും അത് പരിഹരിക്കാനുള്ള മിടുക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കുണ്ടല്ലോ. എന്തു പ്രശ്നം ഉണ്ടാകാനാ? ആ, പിന്നെ
നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഞാൻ. ഹണിമൂൺ എപ്പോ എങ്ങോട്ടെന്നുള്ള തീരുമാനം എടുക്കണം. പറയാം, ഒന്ന് ആലോചിക്കട്ടെ. അല്ലേ കീർത്തി? അതെ.